ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളെല്ലാവരും വാട്സപ്പിൽ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്സപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സെറ്റിങ്സിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്യാതെ നിങ്ങൾ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നിങ്ങൾ ആ ഒരു കോൾ എടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല. ഏതെങ്കിലും ഹാക്കേഴ്സോ അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള വാട്സപ്പ് വീഡിയോ കോൾ വരുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങളുടെ IP അഡ്രസ്സ് പെട്ടെന്ന് തന്നെ അവർക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു സെറ്റിങ്സ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോ ലൈക്ക് ചെയ്തോളൂ. തുടർന്നും നല്ല നല്ല ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ആപ്സിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സി ഓൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. ഇതെന്താ, നമ്മുടെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്തു. വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതാ എൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആക്കി. വാട്സപ്പിൻ്റെ ആ സെറ്റിങ്സിലേക്ക് ഞാൻ വന്നു. സെറ്റിങ്സ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് പെർമിഷൻ ഭാഗത്തോട്ട് വരിക. അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് നിയർ ബൈ ഡിവൈസസ്, ഇത് എൻ്റെ അലൗഡ് അല്ല. ഇത് നിങ്ങളുടെ അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നോട്ട് അലൗഡ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിയർ ബൈ ഡിവൈസസ് നമുക്ക് ആവശ്യമില്ല വാട്സപ്പിൽ. ഈ നിയർ ബൈ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് നമ്മളെ മറ്റുള്ള ആരിലേക്കും നമ്മളെ ക്വിക്ക് ഷെയർ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആണ് നമ്മൾ കൂടുതലായിട്ടും നിയർ ബൈ ഡിവൈസസ് പെർമിഷൻസ് നമുക്ക് കൊടുക്കേണ്ടത്. വാട്സപ്പിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡോണ്ട് അലോ കൊടുക്കണം. കാരണം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഹാക്കേഴ്സോ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു നിയർ ബൈ ഡിവൈസിന്റെ ഈ ഒരു പെർമിഷൻ ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അവർക്കൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ IP അഡ്രസ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നതാണ്. അടുത്താണ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പെർമിഷൻസ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആൾവേസ് അലോ ഓളിലാണ് എൻ്റെ കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അലോ ലിമിറ്റഡ് ആക്സസ് എന്ന ഭാഗത്തോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിമിറ്റഡ് ഉണ്ടാകും. ആ ലിമിറ്റഡ് മാത്രമേ നിങ്ങൾ വാട്സപ്പിന് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് വാട്സപ്പിനുള്ള ആക്സസ് തന്നെ നിങ്ങൾ കൊടുക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും എല്ലാ വീഡിയോസും വാട്സപ്പിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന് നമ്മൾ ഒന്ന് മാറ്റം വരുത്തുകയാണ്. അതായിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ലിമിറ്റഡ് ആക്സസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരണം, ഏതൊക്കെ ഫോട്ടോസ് വീഡിയോസ് കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് നിങ്ങൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ ചില ഫോട്ടോസും ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അവിടെ കാണാൻ സാധിക്കില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റഡ് ആക്സസ് കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, വാട്സപ്പിന്റെ സെറ്റിങ്സിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പല ആളുകളും അതൊന്നും ചിന്തിക്കുന്നത് പോലുമില്ല. വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്നു. സോ നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് കാണുന്നതിലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴത്ത് കാണാൻ പറ്റും. ഞാൻ അവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ആ പ്രൈവസി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ ഈ ആദ്യത്തെ 4-5 ഓപ്ഷൻസ് മാത്രമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ നോക്കുന്നത് ഈ പ്രൈവസിയുടെ സെക്ഷനിൽ. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും താഴത്തോട്ട് വരികയാണെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഡ്വാൻസ്ഡ്, അതായത് നിങ്ങളുടെ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നമ്മളുടെ IP അഡ്രസ് ലഭിക്കില്ല. കാരണം നമ്മൾ ആ ഒരു സമയത്ത്
നമ്മളുടെ IP അഡ്രസ് വഴി ആയിരിക്കില്ല ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ആ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തും. കാരണം വാട്സപ്പിന്റെ സെർവർ വഴി ആയിരിക്കും ആ ഒരു കോഡ് കണക്ട് ആകുന്നത്. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാത്തത് എനേബിൾ ചെയ്യാത്ത പക്ഷം നമ്മളുടെ IP അഡ്രസ്സുമായിട്ട് ഡയറക്റ്റ് ആയിരിക്കും ആ ഒരു കോൾ കണക്ട് ആയി വരുന്നത്. അല്ലാത്ത പക്ഷം വാട്സപ്പിന്റെ സെർവറുമായിട്ട് ലിങ്ക് ആയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ IP അഡ്രസ്സ് ആർക്കും കണ്ടെത്താനും സാധിക്കില്ല. അപ്പോൾ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.